നമസ്തേ. പുതിയൊരു എപ്പിസോഡും പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഈസി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാജയോഗത്തിനെ കുറിച്ചാണ് പറയാം. ആ പേരിൽ തന്നെയുണ്ട് രാജയോഗം. ദാറ്റ് മീൻസ് കിങ് ഓഫ് യോഗാസ്. വൈ ഈസ് ഇറ്റ് കോൾഡ് കിങ് ഓഫ് യോഗാസ്? വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? സോ അതെന്താണെന്ന് നമുക്ക് സ്വാമി സാറിനോട് ചോദിക്കാം. നമസ്തേ സാർ. നമസ്കാരം. ഓം ശാന്തി. ഓം ശാന്തി. സോ സാർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അത് എൻഡ് ചെയ്തപ്പോൾ നമ്മൾ രാജയോഗത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. what is Rajayoga and what makes it very special and different from all the other yogas? Okay. First of all, before understanding എന്തുകൊണ്ടാണ് രാജയോഗത്തിന് നമുക്ക് കിങ് ഓഫ് ഓൾ യോഗാസ് എന്ന് പറയുന്നത്, ആദ്യം ഡോക്ടർ മോനിഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് എക്സാക്ട്ലി ഈസ് യോഗ്. യോഗ. സോ ദാറ്റ് ഈസ്, നമ്മൾ ഈ യോഗ എന്ന് പറഞ്ഞ പാട് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്, റൈറ്റ്? യോഗ. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യോഗ് ആൻഡ് യോഗ. ഓക്കെ. ഓക്കെ. യോഗ എന്ന് പറഞ്ഞാൽ യെസ്, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. പക്ഷേ യോഗ് ഹാസ് കം ഫ്രം ദ സംസ്കൃത് വേർഡ് യുജ്. യുജ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ. ഓക്കെ. യുജ് എന്ന് പറഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആക്ച്വൽ മീനിങ് ഓഫ് യോഗ്. ഓക്കെ. അപ്പം ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ജനിച്ച പാട് തന്നെ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് സോ മെനി സിറ്റുവേഷൻസ്, സോ മെനി പീപ്പിൾ. കണക്ഷൻ ശരിക്കും അവിടെയും യോഗ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ കുട്ടി ജനിച്ച പാട് ആദ്യം അവർക്ക് കണക്ഷൻ വരുന്നത് അമ്മയായിട്ടാണ്. ശരിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ അച്ഛനായിട്ട് കണക്ഷൻ ആവും, പിന്നെ അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് കണക്ഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ എ യോഗ്, ദാറ്റ് ഈസ് ഓൾസോ കണക്ഷൻ. ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി വലുതാകുമ്പോഴത്തേക്ക് ഹി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. കൂട്ടുകാരായിട്ടാണ് ആ കണക്ഷൻ വരുന്നത്. പിന്നെ കുറച്ചുകൂടി വലുതാകുമ്പോഴത്തേക്ക് അവർ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ ഹി ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ ടീച്ചർ. സോ ദാറ്റ് ഈസ് ഓൾസോ യോഗ് ബിറ്റ്വീൻ എ സ്റ്റുഡൻറ് ആൻഡ് എ ടീച്ചർ. അതും ഒരു യോഗാണ്, അതും ഒരു കണക്ഷനാണ്. റൈറ്റ്. ഇനി നമ്മൾ ഈ യോഗത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി എന്ന് പറഞ്ഞാൽ വലുതായി കഴിഞ്ഞിട്ട് അവർ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഓഫീസിൽ പോയപാടെ ഹീ ഈസ് ഗെറ്റിംഗ് കണക്ഷൻ വിത്ത് ഹിസ് സുപ്പീരിയേഴ്സ്, ജൂനിയേഴ്സ്, വിത്ത് ഹിസ് വർക്ക് ഓൾസോ. ദാറ്റ് ഈസ്, അപ്പം ആ ഒരു പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദ ഓഫീസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് എ യോഗ്. കറക്റ്റ്. പിന്നെ അവരെന്നെ കല്യാണം കേൾക്കുവാണ്. നൗ ഹി ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ഹിസ് ഓൺ ഫാമിലി. അതേമാതിരി നമ്മളെല്ലാവർക്കും വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ എൻറ്റയർ നേച്ചർ, വിത്ത് ദ സൊസൈറ്റി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൊത്തം ലോകത്തിൽ ആയിട്ടാണ് കണക്ഷൻ ഉള്ളത്. സോ യോഗ എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്, റൈറ്റ്? നമ്മൾ സാധാരണ പറയല്ലോ വാട്സപ്പ് കണക്ഷൻ. അപ്പം നമ്മുടെ മൊബൈലിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ മൊത്തം വാട്സപ്പ് ഗ്രൂപ്പിനടുത്ത് ഐ ആം ഗെറ്റിംഗ് കണക്റ്റഡ്. അത് എൻ്റെ യോഗാണ് അത്ര ഗ്രൂപ്പിനടുത്ത്. അത് വാട്സപ്പ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, ട്വിറ്റർ ആയാലും ശരി, ദിസ് ഇസ് ഓൾ കൈൻഡ് ഓഫ് എ കണക്ഷൻ. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് യോഗ. യെസ്. പക്ഷേ രാജയോഗത്തിൽ നമ്മൾ പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് നമ്മളെല്ലാവരുടെ അടുത്തും കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ സെൽഫായിട്ടാണ് ആദ്യം കണക്ഷൻ വേണ്ടത്. Isn't that what meditation is for? Exactly. Okay. So രാജയോഗത്തിന്റെ ബേസിസ് തന്നെ ഇറ്റ് ഈസ് കണക്ഷൻ വിത്ത് ദ സെൽഫ്. ഓക്കെ. ആ കണക്ഷൻ വിത്ത് ദ സെൽഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സ്വധർമ്മം അല്ലെങ്കിൽ എൻ്റെ ആ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് ആദ്യം കണക്ഷൻ. അതാണ് നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡ്സ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് എസ് യോഗ്. നൗ ലെറ്റ്സ് കം ഡൗൺ ടു യുവർ ക്വസ്റ്റ്യൻ. എന്തിനാണ് ഇനിയിപ്പം ഈ രാജയോഗം എന്താണ്, ആൻഡ് വൈ ഇറ്റ് ഇസ് കോൾഡ് എസ് എ കിങ് ഓഫ് ഓൾ യോഗാസ്. കറക്റ്റ്. അപ്പോൾ രാജയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു വേർഡ്സ്. വൺ ഈസ് റാസ്, നമ്പർ ടു ഈസ് യോഗ്. സാൻസ്ക്രിറ്റ് വേർഡ്, റൈറ്റ്? യെസ്. ഓക്കെ. അപ്പോൾ റാസ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ദ സീക്രട്ട്, നമ്പർ വൺ ഈസ് രാജാവ്. So slowly when we start practicing Rajayog, I start becoming the master of my own emotions and feelings. A self-control നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി വരും. Don't you develop that with meditation? Yes. So it is basically what we are calling it is, there are many various types. പല types of meditation ഉള്ളത്. അതിൽ one of the type of meditation is Rajyoga meditation തന്നെയാണ്. നമ്മൾ പറയുന്നത് Rajyoga meditation. അപ്പോൾ അതൊരു എക്സസൈസ് ആണ്, ഐ മീൻ ഫിസിക്കൽ എക്സസൈസ് ആണോ അല്ല മെഡിറ്റേഷൻ തന്നെയാണോ? അല്ല, രാജയോഗ പറയുന്നത് തന്നെ അത് ഒരു മെന്റൽ ആൻഡ് ഇമോഷണൽ എക്സസൈസ് തന്നെയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൽഫിനെ പറ്റി തന്നെയാണ്, അതിന്റെ ബേസിസ് തന്നെയാണ്. നമ്മളെല്ലാവരും യോഗീസ് ആണ് നോക്കിയാൽ.
യോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പർവ്വതത്തിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹിമാലയത്തിൽ പോയിട്ട് നമുക്ക് സാധാരണ അങ്ങനത്തെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് വരുന്നത്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, ഈ ലോകത്തിൽ എല്ലാ ആൾക്കാരും യോഗിയാണ്. സം ഓർ ദ അതർ വേ വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ്. ബട്ട് ഇപ്പോഴത്തെ കണക്ഷൻ എന്താണ്? വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു a കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ജെൻഡർ. പക്ഷെ സോ വി ബിക്കം ദ കിങ്, ദ മാസ്റ്റർ. അപ്പോൾ ശരിയായ നമ്മുടെ സത്യസ്വരൂപമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രാജയോഗ. പിന്നെ എന്തുകൊണ്ടാണ് അത് കിങ് ഓഫ് ഓൾ യോഗാസ്? അതിന് രണ്ടാമത്തെ കാരണമാണ്, പല ടൈപ്പ് ഓഫ് യോഗാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അഷ്ടാംഗ് യോഗ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റൈറ്റ്? ഈ അഷ്ടാംഗ് യോഗത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എസെൻസ് നമുക്ക് രാജയോഗത്തിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ജ്ഞാന യോഗ, ഇറ്റ് ഈസ് ബുദ്ധി യോഗ, ഇറ്റ് ഈസ് ഭക്തി യോഗ, ഇറ്റ് ഈസ് സന്യാസ് യോഗ, കർമ്മയോഗ, പിന്നെ സമത്വ യോഗ, പിന്നെ ഹഠ് യോഗ, ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇസ് സഹജ് യോഗ. അപ്പോൾ ഈ 8 യോഗാസിൻ്റെ കോമ്പിനേഷനാണ് രാജയോഗ. അതുകൊണ്ട് രാജയോഗത്തിന് ഇറ്റ് ഈസ് എ കിങ് ഓഫ് ഓൾ യോഗാസ് എന്ന് പറയുന്നത്. അപ്പം ഈ 8 യോഗാസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ഇറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ കിങ് ഓഫ് യോഗാസ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് യോഗാസനൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ രാജയോഗ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് എൻ ഓവറോൾ വെൽബീങ്. അതൊരു ഹോളിസ്റ്റിക് വെൽബീങ് ആണ്. അത് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഹെൽത്തിനെ പറ്റി, അത് നമുക്ക് ഫിസിക്കൽ കംഫർട്ടും തരും, മെൻ്റൽ ആയാലും ശരി, നമ്മൾ സോഷ്യലായിട്ട് എല്ലാവരും നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് സ്പിരിച്വൽ വെൽബീങ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് വെൽബീങ് ആയതുകൊണ്ടാണ് രാജയോഗത്തിന് കിങ് ഓഫ് ഓൾ യോഗാസ് എന്ന് പറയുന്നത്, റൈറ്റ്? ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കിങ് ഓഫ് ഓൾ യോഗാസ്. അപ്പോൾ ഈ രാജയോഗ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക? നോർമൽ മെഡിറ്റേഷൻ ആണോ അല്ല എങ്ങനെയാണത്? ശരിക്കും പറഞ്ഞാൽ രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അഷ്ടാംഗ് യോഗ എന്താണ്, ഈ രാജയോഗത്തിന്റെ 8 കമ്പോണൻസ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ then it will be easy for us to practice. Okay, what are the components of Raj Yoga? ശരിക്കും പറഞ്ഞാൽ ഈ കമ്പോണൻസ് ഓഫ് രാജയോഗത്തിൽ ഈ മൊത്തം 8 യോഗാസ് ഇസ് ഓട്ടോമാറ്റിക്കലി എ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്. നമുക്കപ്പം ഓരോരോ യോഗ എങ്ങനെയാണ് അത് കമ്പോണൻസ് വരുന്നത് നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഓരോന്നായിട്ടാണോ ചെയ്യുക? ഇല്ലല്ല, ആക്ച്വലി രാജയോഗ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ലിവിങ്. ഇറ്റ്സ് എ ഹെൽത്തി ആൻഡ് എ ഹാപ്പി സ്റ്റൈൽ ഓഫ് ലിവിങ്. കറക്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഡോക്ടർ മോനിഷ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വി ആർ ഓൾ യോഗീസ്. കണക്ഷൻ ആദ്യം ഇറ്റ് ഈസ് കണക്ഷൻ വിത്ത് ദ സെൽഫ്. അപ്പം ഈ രാജയോഗ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 8 ടൈപ്പ് ഓഫ് കമ്പോണൻസിനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് പാർട്ട് ഈസ് ജ്ഞാന യോഗ. ജ്ഞാൻ യോഗത്തിൽ ഇറ്റ് ഈസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഈസ്, നമ്മൾ ഈ നോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൊത്തം ലോകത്തിൽ വളരെ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പം എന്ത് ചോദിച്ചാലും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് എനി ഇൻഫർമേഷൻ. അപ്പോൾ എന്ത് നോളേജിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്, ബിക്കോസ് ജ്ഞാൻ മീൻസ് നോളേജ്. അപ്പോൾ ഈ രാജയോഗത്തിൽ ആദ്യത്തെ വരുന്നതാണ് ജ്ഞാനയോഗം. ഓക്കെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളേജ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയ നോളേജ് നമ്മൾ നോക്കേണ്ടത്. സോ ഡോക്ടർ മോനിഷ, ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ നോളേജ് ആൻഡ് നോളേജ്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയണം യു ഷുഡ് ഹാവ് വെരി ഗുഡ് ജനറൽ നോളേജ്. അപ്പോൾ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ നോളേജ് ആൻഡ് നോളേജ്? General knowledge is the facts that we know. Like the name of the highest mountain and then the biggest trench. Correct. Very true, very true. Okay, now I'll tell you one difference. The main difference എന്ന് പറഞ്ഞാൽ ഈ ജനറൽ നോളേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഫർമേഷൻ സമയം അനുസരിച്ച് അത് ചേഞ്ച് ആവുന്ന ഇൻഫർമേഷൻ ആണ് നമുക്ക് ജനറൽ നോളേജ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. മോനിഷ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സയൻസിൽ പഠിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ദ നമ്പർ ഓഫ് പ്ലാനറ്റ്സ്. നമ്പർ ഓഫ് പ്ലാനറ്റ്സ് നമ്മൾ പഠിക്കുന്നതാണ്. Pluto came, Pluto went. Yes, exactly. So when you were studying ആ സമയത്ത് എത്ര പ്ലാനറ്റ്സ് ആണ് ഗാലക്സിയിൽ പറയുന്നത് നമ്മൾ പഠിച്ചത്? Around 9. Okay. അപ്പോൾ ഞാനും പഠിക്കുന്ന സമയത്ത് 9 ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇന്നത്തെ സിലബസിൽ how many planets are there? I think 8. Pluto came and went. Exactly. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തന്ന നോളേജ് എന്ന് പറഞ്ഞാൽ 9 planets ആണ്. യു ആൻഡ് ഐ സ്റ്റഡി ദാറ്റ് വേ. പക്ഷേ ഇപ്പം പഠിപ്പിക്കുന്നത് 8 planet ആണ്. അതായത് ഇറ്റ് ഈസ്
ആൻഡ് ഇൻഫർമേഷൻ പുതിയ ഡിസ്കവറി വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻ ചേഞ്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് അതിന് ജനറൽ നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്? നോളേജ് ഇസ് സംതിങ് വിച്ച് ഇസ് അബ്സല്യൂട്ട്. അതായത് എത്ര സമയം കഴിഞ്ഞാലും ആ ഫാക്ട് ഓൾവേസ് റിമെയിൻസ് എ ഫാക്ട്. അതൊരു അബ്സല്യൂട്ടാണ്. അത് ചേഞ്ച് ആവാത്ത കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നോളേജ് എന്ന് പറയുന്നത്. Could you cite some example? I'll give you an example. For example, നിങ്ങളൊരു ഡോക്ടറാണ്. യു ആർ എൻ MBBS ഡോക്ടർ. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ ഈ ജനറൽ നോളേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നൗ ടെൽ മീ വെദർ യു ആർ സ്റ്റഡിങ് സംതിങ് ജനറൽ നോളേജ് ഓർ നോളേജ്. അപ്പം പറയുന്നത്, സർ നമ്മളൊക്കെ പഠിക്കുന്ന അനറ്റമിയാണ്, ശരീരമാണ്. സോ ദ ബോഡി അത് ജനറൽ നോളേജ് ആണോ നോളേജ് ആണോ? Body as such is a knowledge, but then ഇപ്പോഴത്തെ ഡെഫിനേഷൻ വെച്ചിട്ട് എല്ലാം ഞാൻ കേട്ടത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലാ സമയം അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ, അല്ലേ? ചേഞ്ച് ആവുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വർഷം നമ്മുടെ ശരീരത്തിൻ്റെ സെല്ല് മാറുന്നുണ്ടല്ലോ. ഈസ് ഇറ്റ് നോട്ട് ചേഞ്ചിങ്? ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുട്ടിയാണ്, വലുതായിട്ട് നമ്മൾ വലുതാവുന്നുണ്ട്. വി ആർ ചേഞ്ചിങ്. we are growing. വി ആർ ഗ്രോയിങ്. സോ ദാറ്റ് ചേഞ്ച് ആവുന്ന കാര്യമാണ് നമുക്ക് ജനറൽ നോളേജ് എന്ന് പറയുന്നത്. Knowledge is something which is absolute, doesn't change with respect to So time. what exactly is the knowledge that you mean doesn't change with time? That is what we have to think about it. ഏത് കാര്യമാണ് ചേഞ്ച് ആവാത്ത കാര്യം? ബിക്കോസ് എന്തുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ഒരു കണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവാണ്. 6-7 മാസം മുമ്പ് നമ്മൾ കോവിഡിനെ പറ്റിയോ കൊറോണനെ പറ്റിയോ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പം ഈ ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈം ചേഞ്ച് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ സർക്കംസ്റ്റാൻസസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മാനസിക സമ്മർദ്ദം, മാനസിക സംഘർഷമൊക്കെ വരുന്നത്. അപ്പം therefore we should think about what is absolute that does not change with respect to time. That is something we should think about. എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? The fact that we breathe in oxygen, that is something absolute. Okay, oxygen. പിന്നെ what is something that does not change with respect to time? One or the other day നമ്മളെല്ലാവരും മരിക്കും. ഓക്കെ. അപ്പം എന്താ മരിക്കുന്നത്? ശരീരം മരിക്കുന്നുണ്ടോ അല്ല വേറെ എന്തെങ്കിലും ആണോ? We'll die. That is what the energy is, something which is absolute. The energy, the self. അപ്പോൾ ഇതുവരെ നമ്മൾ അസോസിയേഷൻ ചെയ്തത് നമ്മൾ ഈ ശരീരം വെച്ചിട്ടാണ്. the body. കറക്റ്റ്. ഈ ദ ബോഡി എന്ന് പറയുമ്പോൾ സമയം അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് സംതിങ് ദറ്റ് ഈസ് അബ്സല്യൂട്ട്? അതാണ് നമ്മൾ ഈ സെൽഫ് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഐ വിൽ ടെൽ യു ഇൻ എ സിമ്പിൾ വേ. ഇഫ് യു ഹാവ് ബീൻ പീസ്ഫുൾ ഓൾ അക്രോസ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ, എത്ര സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും പീസ് ഈസ് ഓൾവേസ് പീസ്. യു അഗ്രി വിത്ത് ഇറ്റ്? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പോൾ പീസ് ഈസ് സംതിങ് absolute value system. Peace, purity, sneham, shakti, happiness. But they change. See, അത് ചേഞ്ച് ആവുന്നുണ്ട്, കറക്റ്റ്. പക്ഷെ അതൊരു അബ്സല്യൂട്ട് വാല്യൂ സിസ്റ്റം ആണ്. the being always wants to be peaceful. I am not able to do that. That's a different thing. പക്ഷെ പീസ് എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പീസ് വാസ് ഓൾവേസ് പീസ്. Love was always love. Happiness is always happiness. We all want to be happy. അപ്പം നമ്മുടെ ഈ സ്വധർമ്മം, ആത്മാവിൻ്റെ ഗുണങ്ങൾ ശാശ്വതമാണ്. വാട്ട് വി ആർ ട്രൈങ് ടു സേ ഇസ്, ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ പഠിക്കുന്നത് 9 planets, 8 planets, 22 states, 29 states, highest mountain, longest rainfall. ഇതൊക്കെയാണ് പഠിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വളരെ ബുദ്ധിശാലിയാണ്. പക്ഷെ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്കൂൾ കാലത്ത് പഠിച്ചത് പ്ലേസ് വിച്ച് ഹാസ് ഗോട്ട് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ചിറാപുഞ്ചി, ആസാമിൽ. ഇന്ന് ആസാമിൽ പോയാൽ അവിടെ വളരെ ഒരു ഡ്രൗട്ടുള്ള കണ്ടീഷനാണ് നമ്മളിപ്പം കാണുന്നത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, നമ്മുടെ ലൈഫ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്തുള്ള ഇൻഫർമേഷനാണ് കറക്റ്റ്. ഈ പുറത്തുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ജീവിതം വളരെ ഈസി ആക്കണം എന്നുള്ള ഒരു ധാരണ. ഈ ഇൻഫർമേഷൻ വേണം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അബ്സല്യൂട്ട് ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. the being was always peaceful. ഞാനത് നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ പീസിൻ്റെ ആ ശാശ്വതയിലെ ആ ശക്തിനെ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് നോളജ്.
അപ്പോൾ വീണ്ടും നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. വൺ ഈസ് ജനറൽ നോളേജ്, ആ ഇൻഫർമേഷൻ ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. നോളേജ് ഈസ് സംതിങ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്. പീസ്, ലവ്, ഹാപ്പിനെസ്, ജോയ്, പ്യൂരിറ്റി. പിന്നെ മൂന്നാമത്തെ ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എസ് വിസ്ഡം. ഓക്കെ. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഈ അബ്സല്യൂട്ട് നോളേജ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ നമ്മളൊരു ഡയലോഗ് പറയാറുണ്ട്, ദെയർ ഗോസ് ദ വൈസ് മാൻ. അപ്പം രാജയോഗത്തിൽ നമ്മൾ ഈ അബ്സല്യൂട്ട് നോളേജിനാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ. ഐ ദ ബീങ് ഈസ് ഓൾവേസ് പീസ്ഫുൾ. അതുകൊണ്ട് ഔട്ട്സൈഡ് സിറ്റുവേഷൻ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ മാറാൻ പാടില്ല. ആ ഒരു നോളേജ്, ആ ഒരു വിസ്ഡമാണ് നമ്മൾ ആദ്യം we have to realize it to make our life easy. So you can attain that through Raja Yoga. Exactly. So for that, but how is it done? അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേർഡ് is necessary. is understanding. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കമ്പോണന്റ് ഓഫ് രാജയോഗ ഇസ് ബുദ്ധി യോഗ. ഓക്കെ. ഈ ബുദ്ധി യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി യൂസ് അവർ ഹാൻഡ്സ്, ലെഗ്സ് ഓർ എനി ഓഫ് ദ സിസ്റ്റം. പക്ഷേ ഈ രാജയോഗം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് അല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബുദ്ധി യോഗമാണ്. ഈ ബുദ്ധി വെച്ചിട്ടാണ് നമ്മളെ സ്വന്തം നമ്മൾ കണക്ട് ആവുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് രാജയോഗ ഈസ് നമ്മൾ പറയുന്നത് ബുദ്ധി യോഗമാണ്. ഈ ബുദ്ധി യോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാല് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് സം സിസ്റ്റം ഓഫ് എ ബോഡി. പക്ഷേ ഇവിടെ രാജയോഗ ഇല്ല ഈ മെഡിറ്റേഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുദ്ധി. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ സെൽഫ് ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ബുദ്ധിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത്. പിന്നെ അത് നോക്കിയിട്ടാണ് ആ ബുദ്ധി ഒരു ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ബുദ്ധി ഹാസ് ഓൾസോ ഗോട്ട് എ ഫങ്ഷൻ ടു ക്രിയേറ്റ് ഇമേജസ്. അതുകൊണ്ട് ബുദ്ധി യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ കണ്ണ്. ബ്രെയിൻ ആണോ? See, Dr. Monisha, there is a difference between the brain and the buddhi. Yes, brain ഒരു ഫിസിക്കൽ സിസ്റ്റം ആണ്. പക്ഷെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സട്ടിൽ സിസ്റ്റം. ഇപ്പം ശരിക്കും നമ്മൾ ആ അബ്സല്യൂട്ട് നോളേജ് അറിഞ്ഞിട്ടുള്ള ഐ ദ ബീങ് ഈസ് ഓൾവേസ് പീസ്ഫുൾ. അപ്പം ബുദ്ധി യോഗം എന്ന് പറഞ്ഞാൽ ആ പീസിൻ്റെ ആ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പറ്റണം ബുദ്ധിക്ക്. ഫോർ എക്സാമ്പിൾ, റൈറ്റ്, ഇഫ് ഐ ബ്രിങ് യു എ വാല്യൂ സിസ്റ്റം ഓഫ് ലോട്ട്സ് ഓഫ് പീസ്, അപ്പം ബുദ്ധിയിൽ ഡോക്ടർ മോനിഷയ്ക്ക് എന്താ ചിത്രം വരുന്നത്? പീസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സീനറി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരുടെങ്കിലും ചിത്രം വരുന്നുണ്ടോ ബുദ്ധിയിൽ? വാട്ട് കംസ് ടു യുവർ മൈൻഡ്? ബീച്ച്. So naturally, the moment you say peace, right, peace is something which is our swadharma. It is an absolute value system. So that is the gyan. That is the knowledge. And buddhi എന്താ ചെയ്യേണ്ടത്? ആ പീസ് എന്ന് പറഞ്ഞ വേർഡ് ഡോക്ടർ മോനിഷ പറഞ്ഞ ഒരു ബീച്ചിനെ അത് കാണാൻ പറ്റണം. Right? So you are seeing, the moment you say peace, a buddhi ka chitram കാണും. So all these are the qualities of the soul and not the physical body. No, because it is a soul which is chaitanya in nature. നമ്മൾ ഈ ചിന്തിക്കുന്നതും നമ്മുടെ ഈ കൽപ്പന ശക്തി അല്ലെങ്കിൽ ശരി നമുക്ക് ആ ഇമോഷൻസും ഫീലിങ്സും ഫിസിക്കൽ ബോഡിക്കല്ല. ഫിസിക്കൽ ബോഡിയിൽ അത് മാനിഫെസ്റ്റ് എന്തായാലും ശരി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ദ സെൽഫ് ആണല്ലോ. കറക്റ്റ്. ഓക്കെ. അപ്പൊ ബുദ്ധിയാണ് അതിന്റെ ചിത്രം ഉണ്ടാക്കുന്നത്. കറക്റ്റ്. നൗ ഇഫ് ഐ ടെൽ യു, ഓക്കെ, ബീച്ച് കണ്ടപാട് യു ആർ ഗെറ്റിംഗ് എ ഫീലിംഗ് ഓഫ് പീസ്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിന്റെ ചിത്രം വരുന്നുണ്ടോ? പീസ്ഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചിത്രം വരുന്നുണ്ടോ? ഗാന്ധിജി. ഓക്കെ, ഇറ്റ് കുഡ് ബി ഗാന്ധിജി, ഇറ്റ് കുഡ് ബി ഗൗതം ബുദ്ധ, ഇറ്റ് കുഡ് ബി എനിബഡി. ഗൗതം ബുദ്ധന്റെ ഫേസ് കാണുമ്പോൾ വളരെ പീസ്ഫുൾ. ക്യാൻ നൗ ഫോർ ബുദ്ധി യോഗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് കി നിങ്ങൾ ആ പീസ് ചെയ്ത പാട് ക്യാൻ യോർ ഫേസ് ലുക്ക് പീസ്ഫുൾ? Why not? Right? If you are in that consciousness, ഇപ്പം നിങ്ങളുടെ ആ ശാന്ത സ്വരൂപത്തിന്റെ ഇതുണ്ടെങ്കിൽ we learned that before, no? Positive thoughts and positive affirmations, how it can change and elevate our mood and correct. ഇതുവരെ നമ്മൾ തിയറി മനസ്സിലാക്കി. ഇനിയിപ്പം നമ്മളത് പ്രാക്ടീസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നേരത്തെ ഡോക്ടർ മോനിഷ ചോദിച്ചല്ലോ, ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് ആ ജ്ഞാന യോഗം എന്ന് പറഞ്ഞാൽ ഐ ദ ബീങ് ഈസ് വെരി പീസ്ഫുൾ.
നമ്പർ 2, ഞാൻ എൻ്റെ ആ ഫേസ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് എ മൈൻഡ് ആൻഡ് ഇൻ്റലക്ട് എന്നൊന്നും നേരത്തെ കേട്ടില്ല. അപ്പം ആ പീസിൻ്റെ ആ കുറച്ച് സമയത്തേക്ക് അത് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു പീസ് വരാൻ തുടങ്ങും. ആൻഡ് സ്ലോലി ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു മൈ ബിഹേവിയർ. അത് മെല്ലെ മെല്ലെ നമ്മുടെ ബിഹേവിയറിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ജ്ഞാന യോഗം എന്ന് പറഞ്ഞാൽ ദ ബീങ് ഇസ് വെരി പീസ്ഫുൾ അല്ലേ ഡോക്ടർ മുനീഷ? ആ ബുദ്ധി യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓട്ടോമാറ്റിക്കലി ആദ്യം നമ്മൾ ആ ചിത്രം ഉണ്ടാക്കുന്നില്ലേ, അതേമാതിരി ഞാൻ എൻ്റെ ഫേസിനെ വളരെ പീസ്ഫുൾ ആയിട്ട് ഞാൻ ആ പീസിൻ്റെ കോൺഷ്യസ് നിന്ന് ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഫേസ് പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് രാജയോഗം അല്ലെങ്കിൽ ബുദ്ധി യോഗം. ആ ബുദ്ധി വെച്ചിട്ട് ചിത്രം കാണണം. ഓക്കെ, ഐ ആം ഓൾവേസ് പീസ്ഫുൾ. അപ്പോൾ പീസ് ഉണ്ടാകുമ്പം എങ്ങനെയായിരിക്കും ഡോക്ടർ മോനീഷ അല്ലെങ്കിൽ സ്വാമിനാഥൻ്റെ ഫോട്ടോ എങ്ങനെയായിരിക്കണം? ആ ഒരു നിങ്ങൾ ആ പീസിന്റെ ഫീലിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫേസിൽ ആ പീസിന്റെ റിഫ്ലക്ഷൻ, സ്ട്രെസ് ഉണ്ടാവില്ല, സ്ട്രെസ് ലൈൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ സ്ട്രെസ് വരുമ്പോൾ മുഖത്തിൽ സ്ട്രെസ് കാണുന്നുണ്ടല്ലോ. all emotions are displayed on your face. അപ്പം ഈ സ്ട്രെസ് ആയാലും ശരി, ദേഷ്യമായാലും ശരി, that is not absolute. The absolute is peace. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ പീസിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ ഐ റിക്വസ്റ്റ് എവറിബഡി വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഇന്ന് നമ്മൾ ജ്ഞാനയോഗം ബുദ്ധിയോഗമാണ് മനസ്സിലാക്കിയത്. എനിക്കിന്ന് ഒരു ആബ്സല്യൂട്ട് നോളേജ് മനസ്സിലായി. എൻ്റെ സ്വധർമ്മം ഞാൻ ശാന്തസ്വരൂപമാണ്. the being is very peaceful. My face is reflecting the peace within. ഞാൻ ശാന്തസ്വരൂപ സ്ഥിതിയിൽ ഞാനിപ്പോൾ ഇരിക്കുകയാണ്. I am experiencing the peace within me. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. Okay, so you took a first step towards it. Okay. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രാജയോഗത്തിനെ കുറിച്ച് പഠിച്ചു. ഇൻ ദ സെൻസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, വാട്ട് മേക്സ് ഇറ്റ് വെരി സ്പെഷ്യൽ ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ യോഗാസ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 8 കോമ്പണൻസിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇതിൻ്റെ ഫസ്റ്റ് 2 കോമ്പണൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ആൻഡ് എ പീസ്. ഓക്കെ, അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഡൗട്ട് വന്നത്, ഈ പീസ് എന്തുകൊണ്ടാണ് എബ്സല്യൂട്ട്? വൈ നോട്ട് ആങ്കർ? നമ്മൾക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് പല ഇമോഷൻസും ഉണ്ട്. ആൻഡ് പീസ് ഒരിക്കലും എപ്പോഴും അവിടെ തന്നെ നിൽക്കില്ല, ഓരോ ഇമോഷൻസ് ആയിട്ട് വരുമല്ലോ. സോ വൈ ഈസ് പീസ് എബ്സല്യൂട്ട് ആൻഡ് നോട്ട് ദി അതേഴ്സ്? അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ ആൻസേഴ്സ് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണേണ്ടി വരും. സോ താങ്ക് യു. നമസ്തേ സർ. നമസ്തേ. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് ഓൾ ഓഫ് യു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും ശരി കാണാം. ഓം ശാന്തി. നമസ്കാരം.